പൊതുവായി കായിക പ്രേമികൾ ഈ 3 കായിക താരങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടന്നു എന്ന് വിശ്വസിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ആ കാര്യമാണ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഞാനും മന്ത്രി എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിച്ചത്. അതില്ല എന്ന് തെളിയിക്കേണ്ടത് അഖിലേന്ത്യാ ഫെഡറേഷനാണ്. ഞങ്ങൾ സുതാര്യമായിട്ടാണ് ഈ കാര്യം ചെയ്തതെങ്കിൽ അത് ജനങ്ങളോട് പറയാൻ എന്തിനു മടിക്കണം? മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് പി ടി ഉഷ എന്ന കായിക താരം അഞ്ജു ബോബി ജോർജ് ആയാലും കേരളത്തിന്റെ അഭിമാനം തന്നെയല്ലേ? പി ടി ഉഷ 100ഓളം അന്താരാഷ്ട്ര മെഡലുകൾ നമുക്ക് മേടിച്ചു തന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അവരെ നമ്മൾ ഇങ്ങനെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോൾ അതിനുള്ള കൃത്യമായ കാര്യങ്ങൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അവരൊരു നിരീക്ഷക മാത്രമാണ്, സെലക്ഷൻ കമ്മിറ്റിയിലില്ല, നിരീക്ഷക മാത്രമാണ്. തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത്രയുമായിരുന്നു, അത് ചെയ്തു എന്നവർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വരികയില്ല എന്നൊരു കർശന നിലപാടിലേക്ക് അവർ പോയിരിക്കുന്നു. അതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചതിൽ നമ്മളൊക്കെ ഉത്തരവാദികളല്ലേ? ഞാൻ പി ടി ഉഷ എന്നുള്ള വ്യക്തിക്കെതിരല്ല. അവർ കേരളത്തിൽ നമ്മുടെ കായിക രംഗത്തിന് ഇന്ത്യക്ക് നൽകിയ സംഭാവനകളെ ഏറ്റവും വലിയ വിലമതിക്കുന്നയാളാണ് ഞാൻ. തീർച്ചയായും അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ളൊരു ചർച്ചയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറല്ല. ഞാൻ പറഞ്ഞത് സെലക്ഷൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ സെലക്ഷൻ കമ്മിറ്റിയിലെ ആളുകളെല്ലാം ബാധ്യസ്ഥരാണ്. അത് സ്വകാര്യമായി വെക്കേണ്ട ഒരു കാര്യമല്ല. സെലക്ഷൻ മാനദണ്ഡങ്ങൾ എന്താണെന്ന് കായിക താരങ്ങൾ അറിയണം. ആ മാനദണ്ഡങ്ങൾ അറിഞ്ഞ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ലിസ്റ്റ് സമർപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം എന്തിന് രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണം? അത്തരം കാര്യത്തിലൊക്കെയാണ് സംശയമുണ്ടായത്. പി ടി ഉഷയെ പോലെ പ്രഗത്ഭയായ ലോകം അംഗീകരിക്കുന്ന ഒരു കായിക താരത്തെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. അതിൽ ആരെയും നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടായിട്ടില്ല. അവർ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളാരെങ്കിലും അവരെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. മാനദണ്ഡങ്ങളിൽ കാലാനുസൃതമായി എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയണം. സ്വാഭാവികമായും അത് ജനങ്ങൾക്കും കായിക താരങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിലാകണം. ഓരോ സെലക്ഷൻ കമ്മിറ്റി അംഗത്തിൻ്റെയും മാനസിക നിലയ്ക്ക് അനുസരിച്ചാണ് സെലക്ഷൻ നടക്കുന്നത് എന്ന് വരുന്നത് ഗുണം ചെയ്യില്ല. അപ്പോൾ തീർച്ചയായും ഭാവിയിലെങ്കിലും അത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനൊരു മാനദണ്ഡമുണ്ടായി അത് തന്നെയാണ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ ഫെഡറേഷന് ബാധ്യതയുണ്ട്. കായിക ലോകത്ത് നടക്കുന്ന മുഴുവൻ സുതാര്യവും സംശുദ്ധവുമായ കാര്യമാണ് എന്ന് ആരെങ്കിലും പറയുമോ? ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം കണ്ടില്ലേ? ഹോക്കിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്നില്ലേ? വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ ഭാഗമായി അവനവൻ്റെ താല്പര്യത്തിന് വിധേയമല്ലാത്തവരെ ഇകഴ്ത്താനും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ ഇന്ത്യയുടെ കായിക ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നുണ്ട്. ആ തടസ്സം നീക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നതല്ലേ, വളർന്നു വരുന്ന കായിക താരങ്ങളുണ്ടെങ്കിൽ അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഒക്കെ കഴിയുമ്പോഴാണ് കായിക ഫെഡറേഷനുകളുടെ അന്തസ്സ് ഉയരുക. ആ രീതിയിലുള്ളൊരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് രാജ്യം മുഴുവൻ ചിന്തിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് മാത്രമല്ലല്ലോ, കേന്ദ്ര കായിക മന്ത്രിക്ക് കോടതിക്കൊക്കെ ആ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത് ഇങ്ങനെ പെശക് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടല്ലേ. അപ്പോൾ ആരെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്താൻ സംസ്ഥാന ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. മിനിസ്റ്റർ, ഇനിയിപ്പോൾ ചിത്രയ്ക്ക് പോകാനുള്ള അനുമതി ലഭിക്കുകയാണ് എങ്കിൽ, അവസാന നിമിഷം ചിത്ര ലണ്ടനിലേക്ക് പോവുകയാണ് എങ്കിൽ മത്സരത്തിന് മേലുള്ള ഒരു സമ്മർദ്ദം എത്രത്തോളം ഉണ്ടാകും? അവർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിലും കുറ്റപ്പെടുത്തലുണ്ടായില്ലേ? അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കൂടി പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സമ്മർദ്ദത്തെ കുറിച്ചാണ് ചോദ്യം. ഹലോ മിനിസ്റ്റർ, കേൾക്കാമോ? ഹലോ ഹലോ മിനിസ്റ്ററിലേക്ക് വരാം. ശ്രീ പി എ ബാബു, അതേ ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. എത്രത്തോളം സമ്മർദ്ദമുണ്ടാകും ചിത്രയ്ക്ക് അഥവാ ലണ്ടനിലേക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ? കാരണം സ്ഥിരതയില്ലാത്ത പ്രകടനം എന്ന ഒരു ആരോപണമാണല്ലോ ഈ യോഗ്യത നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ അത്ലറ്റിക് ഫെഡറേഷൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, സ്ഥിരതയാർന്ന പ്രകടനം ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയായി എന്നൊരു കാര്യം വരും, നല്ല പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ. മറിച്ചാണെങ്കിൽ തിരിച്ചും പറയാം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ എല്ലാവരും ഏറ്റവും ബഹുമാനിക്കുന്ന കായിക ഭാരതം കണ്ടിട്ടുള്ള പ്രഗത്ഭരടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് ഈ ടീമിനെ തിരഞ്ഞെടുത്തത്. ഒരു സെലക്ഷൻ കമ്മിറ്റി ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം തന്നെ മാനദണ്ഡം എടുത്ത് മേശപ്പുറത്ത് വെക്കണം. കേരള അത്ലറ്റിക് അസോസിയേഷൻ സെലക്ഷൻ നടത്തുമ്പോൾ നമ്മളൊരു മാനദണ്ഡമുണ്ട്. അതായത് നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ 6ാം സ്ഥാനത്തിൻ്റെ എല്ലാ റെക്കോർഡ്സും അവിടെ എടുത്ത് വയ്ക്കും. ഇവിടെ അങ്ങനെ ഒരു മാനദണ്ഡം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. കാരണം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സെക്രട്ടറി ശ്രീ വത്സൻ പറഞ്ഞത് എന്താണ്? ഇവിടെ മെഡൽ നേടിയ എല്ലാവരും
ഗുണ്ടൂരിൽ നടക്കുന്ന ഇൻ്റർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരിക്കണം. അത് മാൻഡേറ്ററി ഓർഡറായിരുന്നു. അത് തന്നെയല്ല, അവിടെ മത്സരിച്ച് അവരുടെ പ്രകടനം ലോക നിലവാരത്തിനടുത്തോട്ട് എത്തിക്കുകയും വേണം. ആ മാനദണ്ഡം ബേസ് ചെയ്താണ് അവിടെ സെലക്ഷൻ കമ്മിറ്റി ഡിസ്കഷൻ തുടങ്ങിയതെങ്കിൽ ആദ്യം തന്നെ അവിടെ ഗുണ്ടൂരിൽ പങ്കെടുക്കാത്ത 7 പേരെ മാറ്റി വെക്കേണ്ടായിരുന്നോ? അതെന്തുകൊണ്ടത് ചെയ്തില്ല? അപ്പോൾ മാനദണ്ഡം അവിടെയുണ്ട്. രണ്ടാമത് ചിത്രയുടെ കാര്യം വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ ഗുണ്ടൂർ മീറ്റിൽ പങ്കെടുക്കണമെന്നുള്ള മാൻഡേറ്ററി ഓർഡർ പേടിച്ചാണ് ആ പാവം കുട്ടി, കേരളത്തിൽ നമുക്കറിയാം ചിത്രയെക്കുറിച്ച്, ഗുണ്ടൂരിൽ മീറ്റ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. രാവിലെ അവിടെ മഴയത്താണ് ആ കുട്ടി അവിടെ ഓടി വരുന്നത്. ട്രെയിൻ ഇറങ്ങി വന്ന് ആ കുട്ടിക്ക് ഡിസെൻട്രിയാണ്. ഞാൻ ആ കുട്ടിയോട് ഇതിനു മുമ്പ് കേരളത്തിന് വേണ്ടി മത്സരിക്കണമെന്ന് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ഉടനെ ആ കുട്ടി എന്നെ വിളിച്ചതാണ്. സാറേ, എൻ്റെ ശരീരത്തിൽ ഒരല്പം പോലും എനർജി ബാക്കിയില്ല, ഇനി ഞാൻ കേരളത്തിന് വേണ്ടിയിട്ട് അവിടെ മത്സരിക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിത്രയ്ക്ക് അവിടെ മത്സരിക്കുന്ന സമയത്ത് അത്രയ്ക്ക് നല്ല ഇത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ ചിത്ര ഇവിടെ മത്സരിച്ചത്, സാറേ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് മത്സരിച്ചവരെല്ലാം ഇവിടെ മത്സരിക്കണമെന്നുള്ള മാൻഡേറ്ററി ഓർഡർ ഉണ്ടെന്നും ഇവിടെ മത്സരിച്ചില്ലെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് എന്നെ ടീമിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ആ കുട്ടി അവിടെ ഓടിയത്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ 7 പേര് ഇവിടെ മത്സരിക്കാതിരുന്നത്. 5 ദിവസം, അതായത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 5 ദിവസം ഒരു കായിക പരിശീലനം നടത്തുന്ന ആർക്കും അറിയാം, ഒരുപക്ഷെ ഒരു കായിക താരത്തിൻ്റെ പിതാവിന് പോലും അറിയാം, 5 ദിവസം കൊണ്ട് ഒരു അത്ലറ്റും റിക്കവറി ആകില്ല. ഒരു സാധാരണ സ്കൂൾ മീറ്റല്ല ഇത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 5 ദിവസം കൊണ്ട് റിക്കവറി ആവില്ല എന്ന് അറിയാവുന്ന മറ്റ് പലരും അതിൽ നിന്ന് വിട്ടുനിന്നു. ചിത്രയെപ്പോലെ ഉള്ള ഗോഡ് ഫാദർ ഇല്ലാത്ത, പറയാൻ ആളില്ലാത്ത ചിത്ര കഷ്ടപ്പെട്ട് അവിടെ ഇറങ്ങി ഓടിയിട്ട് സമയം മോശമാകുമെന്ന് ചിത്രയ്ക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ ആ അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞ, അതായത് ഫെഡറേഷൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ചിത്ര അവിടെ ഓടിയത്. അതും അവിടെ ഓടിക്കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്? ചിത്രയ്ക്ക് അവിടെ നീതി ലഭിച്ചില്ല. ഇനി മാനദണ്ഡങ്ങൾ എടുത്തു വെച്ച് സെലക്ഷൻ കമ്മിറ്റി ചിത്രയുടെ കാര്യം പരിശോധിച്ച് തന്നിരിക്കുക. അവിടെ എന്താണ് സ്വപ്ന ബർമനെ കൊടുക്കുവാനുള്ള കാരണം എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? സ്വപ്ന ബർമൻ ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ, എവിടെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഡിഫിക്കൽട്ട് കണ്ടീഷൻ നമ്മൾ ടി വിയിൽ കണ്ടതാണ്. അവിടുത്തെ ഡിഫിക്കൽട്ട് കണ്ടീഷൻ മഴയായിരുന്നു. ആ ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ ബർമൻ അവിടെ ഹെപ്റ്റാത്തലിൽ മത്സരിച്ച് 1ാം സ്ഥാനം നേടി. ആ ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ മത്സരിച്ച യങ് അത്ലറ്റ് എന്നുള്ള പരിഗണന സെലക്ഷൻ കമ്മിറ്റി സ്വപ്ന ബർമന് കൊടുത്തു. അപ്പോൾ ഈ ചിത്രയുടെ പേര് അവരാരും കണ്ടില്ലേ? അവിടെ ചിത്ര ഓടിയത് നമ്മൾ കണ്ടില്ലേ? ചിത്രയുടെ പ്രായം അവർക്ക് അറിയില്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അവിടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ചിത്രയെ അപ്പോഴും പരിഗണിച്ചില്ല? തന്നെയുമല്ല, സ്വപ്ന ബർമൻ ഗുണ്ടൂരിലെ മീറ്റിൽ മത്സരിച്ചത് ഏത് ഇനത്തിലാണെന്ന് നിങ്ങൾ അറിയണം. ലോങ് ജമ്പിൽ മത്സരിച്ചു. സ്വപ്ന ബർമൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇനമായ ഹെപ്റ്റാത്തലിൽ സ്വപ്ന ബർമൻ മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഒരു സെലക്ഷൻ കമ്മിറ്റി മാനദണ്ഡങ്ങൾ എടുത്തു വെച്ചാണ് അവിടെ തീരുമാനിച്ചതെങ്കിൽ തീർച്ചയായിട്ടും മിനിസ്റ്റർ വളരെ കുറച്ച് സമയമേ നമുക്കൊപ്പമുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ സി മൊയ്തീൻ, ഇപ്പോൾ ചിത്രയ്ക്ക് എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ പിന്തുണയും സംസ്ഥാന സർക്കാർ തന്നെ മേടിച്ചു വാങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളത് ചിത്രയ്ക്ക് എല്ലാ പിന്തുണയും നൽകുക. ഈ മത്സരത്തിൽ പങ്കെടുക്കാനായാലും ഇല്ലെങ്കിലും ഇപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷ എഴുതാൻ സമയം ചോദിച്ചതിനാണ് അത്ലറ്റിക് ഫെഡറേഷനുമായി ഒരു തർക്കമുണ്ടായതെന്ന ഒരു വിവരമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ചിത്രം നോട്ടപ്പുള്ളിയായത് എന്നും ചില വാർത്തകളുണ്ടായിരുന്നു. എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. ഒരു ജോലി ആ കുട്ടിക്ക് ഏറ്റവും പ്രധാനമാണ്. സംസ്ഥാന സർക്കാർ ആ കാര്യം കൂടി പരിഗണിക്കുമോ? തീർച്ചയായും. ഞാൻ ഇന്ന് ചിത്രയുടെ വീട്ടിൽ പോയിരുന്നു. ചിത്ര ഇന്ന് ഗുണ്ടൂരിൽ നിന്ന് മടങ്ങി വന്ന ദിവസമാണ്. പറളിയിലുള്ള ചിത്രയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അച്ഛനമ്മമാരെ കണ്ട് ആ നാട് മുഴുവൻ ആ കുട്ടിയെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കായിക പ്രതിഭ സ്നേഹികളും ഉൾപ്പെടെ. വളരെ ദരിദ്രമായൊരു ചുറ്റുപാട്. ആ അച്ഛനും അമ്മയും ഇന്ന് പണിക്ക് പോകാതിരുന്നാൽ ആ കുടുംബം പട്ടിണിയിലാണ്. പക്ഷെ അവർ മകളുടെ വരവും കാത്തുനിന്ന് പണിക്ക് പോകാതെ ആ വീട്ടിലിരുന്നിരുന്നു. ആ കുട്ടി പറഞ്ഞത്, എനിക്ക് നല്ല പോഷകാഹാരമില്ല, അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കണം, എനിക്ക് തുടർന്ന് പോകണമെങ്കിൽ ഒരു ജോലി വേണം എന്നാവശ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ് അവരുടെ ജോലിയുടെ കാര്യം വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കും. വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ജോലി കൊടുക്കും. അതിൻ്റെ സ്പോർട്സിൻ്റെ ആ കുട്ടിയുടെ കായിക ഇനങ്ങളിലുള്ള പരിശീലനത്തിന്
എന്തൊക്കെ സഹായം നൽകണോ ആ സഹായം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റും സ്പോർട്സ് കൗൺസിലും കൂടി ചെയ്യും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ കാര്യത്തിൽ പ്രത്യേക താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കായിക വികസനത്തിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാകാനുള്ളയാളാണ് പി വി ചിത്ര. ഇങ്ങനെയുള്ള ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് മോശപ്പെട്ട പരിശീലനം ലഭ്യമായിട്ട് പോലും അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ മെഡൽ ലഭ്യമാക്കിയിട്ടുള്ളവരാണ് നമ്മുടെ മുൻപത്തെ കായിക താരങ്ങളും. അവരൊന്നും ഒറ്റയ്ക്ക് അവരുടെ കഴിവുകൊണ്ട് മാത്രമൊന്നല്ല, ഈ നാടാകെ, സ്പോർട്സ് പ്രേമികളാകെ, കായിക സംഘടനകളുടെ ഒക്കെ സഹായത്തിൻ്റെ ഭാഗമായി, സർക്കാരിൻ്റെ സഹായത്തിൻ്റെ ഭാഗമായി എല്ലാമാണ് നാടിന് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. ചിത്രയും അതുപോലെയാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചിത്രയ്ക്ക് ഇന്ന് അവരുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ജോലി വേണമെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾ നൽകും. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായി ഞങ്ങളിപ്പോൾ അതിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ നേടിയ ആളുകൾക്കുള്ള അവാർഡ് തന്നെ തുക വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. മറ്റേത് പ്രയാസങ്ങളുണ്ടെങ്കിലും പൂർണ്ണാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ആ കുട്ടിയുടെ പരിശീലനത്തിനും ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാനും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ വളരെ അനുഭാവപൂർണമായ നിലപാട് തന്നെ സ്വീകരിക്കും. മിനിസ്റ്റർ, ഇപ്പോൾ പി യു ചിത്രയും കോച്ച് സിജിനും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. മിനിസ്റ്റർ, ചിത്രയുടെ പ്രതികരണം കൂടി കഴിഞ്ഞ ശേഷം താങ്കൾ ഈ ചർച്ചയിൽ നിന്ന് പോയാൽ മതി എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചിത്ര, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കേന്ദ്ര കായിക മന്ത്രി തന്നെ അത്ലറ്റിക് ഫെഡറേഷനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചിത്രയെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത്. അതിനായുള്ള നടപടികളിലേക്ക് പോകണമെന്നുള്ള കർശന നിർദ്ദേശം, കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര കായിക മന്ത്രി നൽകിയിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ചിത്രയ്ക്ക്? ഇനി എത്രത്തോളം എന്നെ വേൾഡ് മീറ്റിൽ പങ്കെടുപ്പിക്കും എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയൊരു വാർത്ത കേട്ട സ്ഥിതിക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഫെഡറേഷൻ എന്നെ വേൾഡ് മീറ്റിൽ പങ്കെടുപ്പിച്ചാൽ അത് വലിയ സന്തോഷമായിരിക്കും. ചിത്ര, ടീം അംഗങ്ങൾ മുഴുവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ചിത്രയുടെ ഇനമായ 1500 മീറ്റർ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ. അപ്പോൾ പോകാൻ സമയമുണ്ട് എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ഫെഡറേഷൻ എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സിജിൻ, എത്രത്തോളം പ്രതീക്ഷ താങ്കൾ പുലർത്തുന്ന ഒരു കോച്ച് എന്ന നിലയ്ക്ക്? തീർച്ചയായും ഓഗസ്റ്റ് നമ്മൾ IWF-ന്റെ ഇതിൽ കണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് 2 വരെയാണ് ലാസ്റ്റ് ഫൈനൽ കൺഫർമേഷന്. തീർച്ചയായും ഫെഡറേഷൻ താല്പര്യമെടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചിത്രയ്ക്ക് എൻട്രി ലഭിക്കുന്നതായിരിക്കും. അല്ല, ഫെഡറേഷൻ താല്പര്യമെടുക്കുക എന്നതിലപ്പുറം കേന്ദ്രം സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു. കേന്ദ്രം നടപ്പാക്കണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നടപ്പാക്കേണ്ടി വരില്ലേ? തീർച്ചയായും കേന്ദ്രം തീർച്ചയായും ഫെഡറേഷൻ നമ്മൾ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കുന്നതായിരിക്കും. ചിത്രയെ ഓഗസ്റ്റ് 2-നുള്ളിൽ എൻട്രി നൽകി ചിത്രയെ പങ്കെടുപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ അത് കേന്ദ്രമന്ത്രി വിചാരിച്ച് പ്രഷർ ചെലുത്തി, ഫെഡറേഷൻ്റെ മേൽ പ്രഷർ ചെലുത്തി സമ്മതിപ്പിക്കുകയാണെങ്കിൽ മാത്രം ഇത് നടക്കുന്നതായിരിക്കും. വൈൽഡ് കാർഡ് എൻട്രി എന്ന സാധ്യതയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ നിങ്ങൾ അത്ലറ്റിക് ഫെഡറേഷനുമായി ബന്ധപ്പെടുകയാണോ? എന്താണ് ചെയ്യാൻ പോകുന്നത്? വൈൽഡ് കാർഡ് എൻട്രി എന്നത് ശരിയല്ല. വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് IWF ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ എണ്ണത്തിൽ കമ്മി പാർട്ടിസിപ്പൻസ് കുറവാവുകയാണെങ്കിൽ അതിൽ 45 വരെ ഉള്ള താരങ്ങൾക്ക് പങ്കെടുക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അത് തികയാതെ വരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത് പെർഫോമൻസ് നിൽക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ കായിക താരങ്ങളെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പങ്കെടുപ്പിക്കാമെന്നത് അത് IWF-ന്റെ തീരുമാനമാണ്. വൈൽഡ് കാർഡ് എൻട്രി അല്ല ഇവിടെ ചിത്രയ്ക്ക് ആവശ്യം. കാരണം ചിത്രയുടെ റാങ്കിങ് കുറവായതുകൊണ്ട് വൈൽഡ് കാർഡ് എൻട്രി അല്ല, ചിത്ര ഏഷ്യൻ മീറ്റിലെ ഗോൾഡ് മെഡൽ നിലയ്ക്ക് അവിടെ പങ്കെടുപ്പിക്കാൻ എൻട്രി കൊടുക്കുകയാണെങ്കിൽ മാത്രം. വൈൽഡ് കാർഡ് എൻട്രി അല്ല അതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചിത്ര, ഇപ്പോൾ മിനിസ്റ്റർ പറയുകയുണ്ടായി, ഇതുവരെ എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ചിത്രയ്ക്കൊപ്പം നിന്നിട്ടുണ്ട്. പ്രതികരണങ്ങളായാലും കേന്ദ്രത്തിന് കത്തയക്കലായാലും മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട വിഷയമാണ്. ഇതിപ്പോൾ മന്ത്രി താങ്കളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ കണ്ടറിയുകയും ചെയ്തിരിക്കുന്നു. ചിത്രയ്ക്കൊരു ജോലി അത് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നു. മന്ത്രിക്ക് ഈ സൂപ്പർ പ്രൈം ടൈമിൽ വെച്ച് തന്നെ ചിത്രയ്ക്ക് നന്ദി പറയാം.
അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി സ്പോർട്സ് ജീവിതത്തിൽ എനിക്ക് അത്യാവശ്യമായി വേണ്ടത് ഒരു ജോലിയാണ്. അത് ലഭിച്ചാൽ കൂടുതൽ സ്പോർട്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിശ്വാസമുണ്ട്. പിന്നെ വീട്ടുകാരെ സംരക്ഷിക്കാനും ഇതുവരെ അവർ എനിക്ക് വേണ്ടി പ്രയത്നിച്ചു. ഇനി അവരെ സംരക്ഷിക്കാൻ ഒരു ജോലി ലഭിച്ചാൽ അവരെ സംരക്ഷിക്കണമെന്നാണ് ആഗ്രഹം. അത് ലഭിക്കുകയാണെങ്കിൽ വളരെ സന്തോഷവും ഉണ്ട്. വളരെ നന്ദി മിനിസ്റ്റർ. ഇതുവരെ നമ്മളൊപ്പം ചർച്ചയിൽ സഹകരിച്ചതിന്. മിനിസ്റ്റർ പോവുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.